ഇവിടെ വന്ന് ഇരുന്ന് വർത്താനം പറയാൻ വേണ്ടിട്ട് മറ്റു വേറെ എന്നാന്ന് തുണിയെല്ലാം നല്ല വെയിലല്ലേ? ആ ഇട്ട് വെയിലിടാൻ വേണ്ടിട്ട് ഇത് കൊറേ നാളായി. പിന്നെ അയ്യോ നിങ്ങളായണ്ടപ്പാ പൈസ ഒന്നും തരാനില്ല. നിങ്ങളൊന്നും വേണ്ട. കൂലി കൊടുക്കാനില്ലായിട്ടാണ് ഇതിങ്ങനെ ഇട്ടെടുക്കാം. കൊറേ നാളായി ഇതിങ്ങനെ. എത്രയും തരാം. ഒരു മാസമായി ഇത് മുറിച്ചിട്ടിട്ട്. നിങ്ങളായണ്ട നിങ്ങളെ കൈക്ക് ഉള്ളെല്ലാം ധരിക്കോ? ഒഴിവാക്കി മിറ്റം വൃത്തിയാക്കണപ്പ. അല്ലാണ്ടെന്നാ ഇത് ഇവിടെ ആരാ വൃത്തിയാക്കണ? എല്ലാം ഒറ്റക്ക് തന്നെ ചെയ്യണോ? പോയിട്ടും വന്നിട്ടും എല്ലാം ഒറ്റക്ക് എടുക്കണം. എന്നാ വേണ്ടേ? എടുക്കണ്ടേ? ജീവിക്കണ്ടേ? ആൾക്കാരുടെ വീട് പോലെയല്ലേ ഇത്? എത്രയായി? ഒരു മാസമായി ഇതിങ്ങനെ മുറിച്ചിട്ടിട്ട്. ഈ മുള്ളൊന്നും കൊത്തിക്കളയല്ലേ? മുള്ളെല്ലാം നമുക്ക് കിളക്ക് കൊണ്ടക്കണം. അതിന് വേണ്ടിയാണ് അങ്ങനെ വെക്കുന്നത്. ഇതെല്ലാം അലോപ്പരാപ്പാ കിളക്കെല്ലാം വെച്ചാല്. കുളിക്കിന്റെ മുള്ളല്ലേ കിളക്ക് കാടാ. പിന്നെ നായും പൂച്ചൊന്നും കയറെടുക്കാൻ വേണ്ടി വെക്കുന്നില്ല. അന്നേരം നമ്മളെ എന്തിനാ ആലോചിച്ച് നോക്കും? നമ്മളവിടെ പോകുന്നില്ലല്ലോ. നമ്മളെ വൈക്കോ കാലിനങ്ങളെ നമ്മളവിടെ പോകില്ലല്ലോ. ചായ കുടിയെല്ലാം കഴിഞ്ഞാ? അവിടെ ഇരുന്നപ്പോ നിങ്ങൾ ആക്കൊന്നും വേണ്ട. അവിടെ ഇരുന്നോ? അന്നേരം നമുക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് എടുക്കാൻ തന്നെ ഒരു ചോറായി. ഞാൻ തിന്നു. ചായക്കൊന്നും കടിയാക്കിയിട്ടില്ല. അതുകൊണ്ട് ചോറ് വെച്ച് അപ്പാടിനെ തിന്നു. പിന്നെന്താ വേണ്ട? എന്തൊക്കെ തിന്നണ്ടേ? രാവിലെ വിശക്കുന്നില്ലേ? മഴക്കാലം വിശപ്പ് കൂടുതലാണ്. ചോറ് നിന്ന് പറയുമ്പോ നിങ്ങളെന്നാ ചിരിക്കുന്നത്? ചോറ് തിന്നണ്ടേ? അയ്യോ ചിരിപ്പ് നോക്കപ്പാ. ഞാൻ ചായക്കടിയോ തിന്നോളൊന്നും നേരമൊന്നുമില്ല. അനക്കാവൂ. നിങ്ങൾക്ക് തൊഴിലുറപ്പ് തുടങ്ങിയാ? നിങ്ങൾക്കുണ്ടാ? നമുക്ക് തുടങ്ങി. നാളെയാണ് നമുക്ക് ഉണ്ടാവുമ്പോ. ഇപ്പൊ 4-5 മാസമായില്ലേ ഇല്ലാണ്ട്. അന്നേരം പിന്നെ ഇപ്പൊ കൊടുക്കുമ്പോ എല്ലാവർക്കും കൊടുക്കൂല. ഓ വേല് വന്ന് കണക്കാവൂലേ? വേല് കൊള്ളാനേ ഇല്ല. എവിടെ പോന്ന്? എന്നാ അങ്ങനെ നടക്കും. ഞാൻ വരാം. ഇല്ലില്ല പണിയെല്ലാം കുറവാണ്. മഴയല്ലേ നിൽക്കുന്നത്? അതെ ഇപ്പം പറഞ്ഞു. തൊഴിലുറപ്പ് തുടങ്ങിയിട്ടുണ്ട്. നാളെ ഉണ്ടാവും. ആ
പിന്നെ വെറുതെ ഉണ്ടാക്കലാ? ആ ഇത് ഒരു മാസമായി മുറിച്ചിട്ട്. അതെയാ? എന്തെല്ലാം വിഷയം? എന്തെല്ലാം ഉണ്ട് ഇതിന്റെ വിഷയം? എന്തെല്ലാപ്പാ നല്ലന്നെ. അതെയാ? നിങ്ങൾ തന്നെ ഉണ്ടാ? ആ ഞാൻ തന്നെയുണ്ട്. ചോറിനില്ലായാ? ആ ചോറായി. അതെയാ? മോമ്പതിനാ? ആ മോൻ വന്നിനി. പോയിട്ടില്ല. പണിക്കൊന്നും പോയില്ല? പണിക്ക് പോകണ്ടേ? ഇനിയിപ്പോ തൊഴിലുറപ്പായില്ലേ? അതെ. അതിലോട്ട് വന്നിട്ട് വൃത്തിയാക്കട്ടില്ല. നാളെ തൊഴിലുറപ്പും പോലും. അതെയാ? അത് ശരി. എവിടെ നിങ്ങൾ പോന്ന്? ഞാനും നാടാ. വെറുതെ പോന്നെയാ? വെറുതെ ഒന്ന് നോക്കാം. ആ ആ. പിന്നെ മീനാക്ഷി എവിടെയെങ്കിലും പോയിനാ? ആ പിന്നെ ചേച്ചി നാടാ ചോറിടാൻ പറ്റും. കല്യാണി വെച്ചോ? കല്യാണിച്ച് അറിയില്ല. അവിടെ ഉണ്ടാ? ചോറായാ? ചോറുകളായി. പിന്നെ കാണുന്ന കുറേ ആയി വിചാരിക്കുന്നു. അതെ. ഇപ്പൊ പോയില്ലേ നിങ്ങള്? ഒരുപാടുണ്ട്. ഇനി എപ്പോ പോണ്ടേ? പിന്നെ തിങ്കളാഴ്ച. പിന്നെ വേറെ വരുന്നാപ്പാ ഇങ്ങനെ പോന്ന് ചോദിച്ചി. ഇതിനാണ് ഈ മുക്കിതയോ ഇതോ ഇതാക്കുന്നത്. നീയല്ല മുരിക്കിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചൂടറിയില്ല. ഇത് നല്ല വറാത്. അയ്യോ അയ്യോ ഈ മുരിക്കിന്റെ വറക് നിങ്ങൾക്ക് അറിയിക്കാന്ന്. ഇത് ഇതിനോളം നല്ല വറകില്ല. ഇത് എല്ലാരും വൃത്തിയാക്കാൻ മടിച്ചിട്ട് മുരിക്കില്ലെന്നെല്ലാം പറയും. ആ മടിയാന്ന് നിങ്ങൾക്കല്ലോ. മുള്ളല്ലേ? മുള്ളാന്ന് തരക്കാരെല്ലാം കഴിയാ. മുള്ളെന്ന് വെക്കുന്ന വേണ്ട നല്ലതല്ലേ ഇത്. നല്ലതന്നെ. അപ്പൊ ശാന്തയ്ക്കൊന്നും അറിയില്ലേ? ശാന്തയ്ക്ക് അറിയുണ്ട്. ശാന്തയ്ക്കൊന്നും കഴിയില്ലപ്പോ. കാലിലും വേദനയായിട്ട്. മീനൊന്നും വാങ്ങില്ല? മീനാ വേണ്ട. ഇന്നലെ വാങ്ങി. മോൻ പോയാ? അന്ന് ഗൾഫിലേക്ക് പോയാ? ഇല്ല ഗൾഫിൽ പോയില്ല. മോൻ പോകുന്നില്ല? ഓൻ പോയിട്ടൊന്നുമില്ല. ഓനിപ്പോ ഹൈദരാബാദിലാ ഉള്ള. അനൂപ്. അനൂപാ? ഓളോട്ട് തന്നെയില്ലേ? ആ ഓളുണ്ട്. എനിക്ക് പിന്നെ പുതിയ കച്ചവടമൊന്നുമില്ല? ഇല്ല കച്ചവടമൊന്നുമില്ല. കച്ചവടം നിർത്തിയിട്ട് അത്രയായി. കൊറോണന്റെ സമയം കച്ചവടം നിർത്തി. ഓ അത് ശരി. ഞാനറിയണ്ടേ? ഇല്ല കച്ചവടമില്ല. ഇപ്പൊ റബ്ബർ ടാപ്പിംഗ്. ഏതായാലും നിന്നൊന്ന് കാണണം. ആ ഇപ്പൊ റബ്ബർ ടാപ്പിംഗ് അല്ലാന്ന്. ആ എന്തെങ്കിലും പണി നാട്ടൻ പണി ഉണ്ടെങ്കിലും പോവന്നെ. നമുക്ക് ജീവിക്കണ്ടേ? കേറിയിട്ട് ഇത് കൊത്തുന്ന. ആ പിന്നെ വേറെന്നാപ്പാ? വേറെ വിശേഷമൊന്നുമില്ല. നിഷ വന്നിനാ? ആ നിഷ വന്നില്ലേ? നിഷ വന്നിട്ട് പോയി. ഷീബിയോ? ഷീബ നമ്മള് ഞാനിങ്ങനെ നിശ്ചയം പോകുമ്പോ പോയിരുന്നു. എടുക്കാൻ നിങ്ങൾ പോയത് അറിഞ്ഞു? അറിഞ്ഞില്ല. അന്നേരം പിന്നെ നിഷ ഒരാഴ്ച വരെ ഷീബ വന്നിരുന്നു. അതേ ഉള്ളൂ. പിന്നെ വന്നിട്ടുണ്ട്. പിന്നെ മോനെ സ്കൂൾ പോണ്ടേപ്പാ. അതെ അതെ. ഓനെത്രയിലായി? ഓൻ്റെ എട്ടില്, മറ്റവൻ 9. പഠിക്കുവാ നല്ലോണം? പഠിക്കല്ല. എന്നാലും അവര് പഠിക്കുവപ്പ. അവര് പഠിക്കും. നിഷാന് ഇന്നലെ വന്നിനി. നിഷ കണ്ണൂരാവുള്ള? അല്ല നിഷക്കും ബോംബക്ക്. അവിടെ നിങ്ങൾ പോയിന്ന് പറഞ്ഞ പിന്നെ അച്ഛൻ്റെ ഓൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളെ കല്യാണം. പിന്നെ അച്ഛൻ്റെ പൊങ്ങളെ മോൻ്റെ കല്യാണം. അതുകൊണ്ട് ഇനി വല്ല മടി വന്നു. നമ്മള് പോയിനു. പിണറായി പോയിട്ട് വന്നു. ഇന്നലെ വന്നിന്. ഇന്നലെ 6 മണിക്കാ വണ്ടി. അതുകൊണ്ട് വേഗം പോകുകയും ചെയ്യും. ഇതെല്ലാം പറയുന്നത്. ഫോണിൽ കിട്ടുവാ. അയക്കണേ. നമ്പർ അറിയിക്കും. മീനാക്ഷി അപ്പറല്ലേ തൊഴിലുറപ്പ്? അല്ല മാറ്റാണ്. അവർക്ക് കൊണ്ടും തോന്നും. ഒപ്പരം വേണ്ടിയാന്ന്. എങ്ങനെയാന്ന് അറിയില്ല. ചാരിക്ക് വന്നിന്. ഇപ്പം പോയിട്ടുണ്ട്. ആരോ വന്നിനെ അവരോട് കാണിച്ച് അപ്പാട് പോയിട്ടുണ്ട്. ഞാൻ വരുന്നെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അയ്യോ നല്ല വിറകാപ്പ. അടിപൊളി വിറകാണ്. ഇത് പണിയെടുക്കണം അത്ര തന്നെ. അതെ ഇത് ഉള്ളു തറക്കാണ്ട് ഇല്ല ഓളങ്ങനെയാ ഉള്ള. ഇല്ലേ? ഓൻ 6 വയസ്സായി. 6 വയസ്സായി അല്ലേ? വിനീതെല്ലാം എന്തുണ്ട്? വിനീതെന്നപ്പാ അങ്ങനെ പോകുന്നു.
പിന്നെ നമ്മൾ അകത്തൊന്നും കയറില്ല. ഞാൻ വാതിലായിരുന്നു. ആ മുറിച്ചതാണ് ഇത്. പിന്നെ ഞാൻ 2-3 തൈ കുടിക്കുന്നുണ്ട്. ഇത് ഇവിടെ വീട്ടിന് ചായ ഭീഷണി ആയതുകൊണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങ് മുറിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഇതെല്ലാം ഭയങ്കര അടങ്ങാറേനു, റോഡുമല്ലേനു, അങ്ങോട്ടേക്ക് ചാഞ്ഞിട്ടേനുള്ളൂ. മുറിച്ച് പൊന്നി അയക്കുന്ന മരായാലും പറിക്കാനാ മുറിക്കണം. പിന്നെ അതങ്ങ് മുറിച്ചേക്കോന്നല്ലാണ്ട് പിന്നെ അഥവാ വീണ്ടും പിന്നെ നമ്മള് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. അതെ അയ്യോ അനക്കാവില്ല, അനക്ക് പേരുള്ളൂ കൂട്ടില്ല. ആ പേരുള്ളുമ്പോ കൊതപ്പില്ല. ആ ആ ആ ഇതെല്ലാം കൊത്തിട്ട് അങ്ങോട്ടെടിയും കൊണ്ടാക്കണം. കൊത്താണ്ട് അതൊന്നും കൊത്താണ്ടല്ല. ഉടുപ്പ് ചെരിഞ്ഞു പറ്റി തിന്നു. തങ്കമണി ഞാൻ പോട്ടേനെ. ഓ ശോഭച്ചി പോലാ? ആ എന്നാ ആയിക്കോട്ടെ. ശരിയാ. ആ ആ ഓക്കെ. എന്റെപ്പാ തളർന്നു പോയി. എന്നാപ്പാ വെയിലിന്റെ ചൂട്. വെയിലെന്ന് പറയുമ്പോ വെയിൽ, മഴ എന്ന് പറയുമ്പോ മഴ. എന്തപ്പാ ആവൂല. അനക്ക് വേല് വെള്ളമില്ല ഇല്ലല്ലേ? അയ്യോ വേലിന്റെ കാര്യം. ഞാൻ എവിടെയെങ്കിലും പണിക്ക് പോയാലും തണലത്ത് പോവില്ല. യശോദേച്ചി ഉണ്ടല്ലോ അങ്ങനെ കല്ലുവെളുപ്പില്ല. യശോദേച്ചിയാൽ അന്ന തണലത്ത് നിർത്തിച്ചിട്ട് ഓറ് വേലുള്ളൂ. ഓർക്കൊന്നും വേലുകൊള്ളുന്നതിന് ഒരു കുഴപ്പമില്ല. എനിക്ക് മഴ ഇഷ്ടമാണ്. ഞാൻ മഴ കൊള്ളുന്നതിന് എനിക്ക് തണുപ്പ്. ആ മഴയാനും കൊള്ളും, അതല്ലേ പറയുന്നു. മഴ കൊള്ളും, വേല് കൊള്ളാൻ കഴിയില്ല. വെയിലിന്റെ കൊള്ളാതെ വെയിൽ തന്നെയാപ്പാ വെയില്. നമുക്ക് വേര് കൊള്ളുമ്പോ മൊത്തം എന്താ പറയണ്ടേ, എന്നാലും കൊള്ളു. നമ്മൾ പോയാ കൊള്ളണ്ട. പണിക്ക് പോയാ പിന്നെ നമുക്ക് കൊള്ളാണ്ടിരിക്കാൻ കഴിയാ. ഉള്ളിൽ കൂടുമ്പോലെയാ. തൊഴിലുറപ്പ് തുടങ്ങാനായാ? തൊഴിലുറപ്പ് നമുക്ക് നാളെ. അതെയാ? നമുക്ക് അപേക്ഷ വരെ കൊടുത്തില്ല. അതല്ലേ നിങ്ങളായിട്ടില്ല? എന്നാ പിന്നെ ഇന്നലെ ആ മേറ്റിനെ വിളിച്ചില്ല. അന്നേരം പറഞ്ഞു ആയില്ല, നമ്മൾ അപേക്ഷ ഒന്നും കൊടുത്തില്ല. കൊടുക്കാൻ നേരുമ്പോഴേക്കായിരിക്കും. ഇപ്പൊ ഓരോ ദിക്കിലുള്ള 25-30 പണിയല്ലായി ഓരോ സ്ഥലത്ത്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെയായി ഓരോ വാർഡിൽ. തീരെ തുടങ്ങാതെ 2ാം വാർഡാണ്. എന്നാ ബട്ടലെടുത്തിട്ട് പോന്ന്. ആ ആ ആ ഞാൻ ബിരിയാണി വെക്കുന്നുണ്ടേനാണ്. പോകുമ്പോ ബിരിയാണി വെച്ചോ? അതെ അതെ അതാ നമ്മള് പറയുന്നത്. വെയിലെന്ന് പറഞ്ഞ വെയിലെല്ലാം ഉണങ്ങണ്ടല്ലോ, ഉണങ്ങട്ടു. അതന്നെ അതല്ലേ പറയുന്നത്. 6 മാസത്തെ വെയിലുള്ള ഒരു ദിവസത്തെ മഴ. വേലാവുമ്പോ വേല് മഴയില്ല എന്ന് പറയും. മഴയാവുമ്പോ മഴയെന്ന്. തരം മഴ. രാത്രി ഒന്നും മഴ പെയ്തിട്ടില്ല. അതെ അതെ അതാന്ന് എനിക്ക് കൊള്ളാൻ കഴിയില്ലായിട്ടാ. മോളെ പനി കുറഞ്ഞില്ല. ഉറക്കാ അഞ്ചൂട്ടി? ആ ശോഭിച്ചു പോയി. കടന്ന് പണി ഉണ്ടാവും. പണിക്ക് വിളിച്ചിട്ട് പോയതാണ്. മറ്റെവിടെയോ പോലുണ്ട് ചാലോട്ടിലെങ്ങാൻ. ആടിപ്പം പോക്കില്ലെന്ന്. അതിൻ്റെ തീർക്കുന്നുണ്ടാണ് വേണ്ടി മുറിച്ചിട്ടെടുത്ത്. എന്താണ് ആ കഷ്ണം ചെറുങ്ങനെ ആക്കിയത് മാതിൻ്റെ തന്നെയാ. അത് ഭയങ്കര വളവാണ്. വളവായോണ്ട് ഇത് കീറിയ വിറവോ ഒന്നിനും കൊള്ളൂല. അപ്പാട് കത്തിക്കണം. അതെ വേറും ഇങ്ങനെ പൊടിഞ്ഞ് എനിക്ക് വിറക് വരെ കീറിയില്ല. ഞാനെല്ലാം ഗ്യാസുമ്മ തന്നെയാണ്. വിറവ് കീറിയിട്ടില്ല. വിറക് അത്ര ഉണ്ട് കീറാനെല്ലാം വന്നിട്ട് കീറിയിട്ടില്ല. വേറെ തീരുവപ്പാ കുറച്ച് കത്തിച്ചാല്. മറ്റേ ഗ്യാസ് തന്നെ ആവുമ്പോ
വെറു ബാക്കിയായി പോവും. ചോറും വെള്ളം കാച്ചലും എല്ലാം ഇതിന്റെ മേലെ നാക്കിയാലേ കുറച്ച് നല്ല കച്ചവടമെല്ലാം ആകും. മൊത്തത്തിൽ നല്ല മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ബാങ്കിൽ പേരും കഴിഞ്ഞാൽ പേരില്ല. പിള്ളേർക്കും വരുത്തില്ല. അവര് വരുത്തുണ്ട് ഉണ്ടല്ലേ? മുളയില് കൊമ്പ് കണ്ട ആ ലൈനിന് മുട്ടാനായിട്ടുണ്ട്. അപ്പൊ ഒന്നും ആള് ബാക്കിയായി പോയതാ. രണ്ടെണ്ണം ഉണ്ട്. അത് തീർത്തതാണ് ഇപ്പം തീർത്തത്. ആ കൊത്തി ഇളക്കണപ്പോ ഞാനത് അത് ഇങ്ങോട്ടേക്ക് ചായച്ച് വെച്ചാണ്. ഇങ്ങോട്ടേക്ക് ചായച്ച് വെച്ചാൽ അവിടെ നിന്ന് ആയിക്കോളുമല്ലോ. കൊക്കൊക്കെ കാട്ട് ഒരു മണിയായി. ഞാനെന്നാൾ തേച്ച് ആക്കട്ടെ ചേച്ചി. എന്നാ പിന്നെ ആക്കിക്കോ. പിന്നെ ഓരോരുത്തർ പെയ്യുന്നവരും മങ്ങിതം വരും. ഞാൻ ഇത് തീർത്താലേ ഞാൻ ഇന്ന് ഈ ഭാഗത്തെ തേച്ച് തീർത്തിട്ട് വൃത്തിയാക്കിട്ടേ ഇന്ന് ബാക്കി കാര്യം. നീ എല്ലാം പൊക്കി മേക്കുമേലെ അടിയിട്ടേ.